വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവ് തേടി നിന്നോളം. ആളോ ഞാൻ ഇറങ്ങും കേട്ടോ, സമയായി. അയ്യോ ഇപ്പൊ ഇറങ്ങല്ലേ, ആരതി ഒഴിഞ്ഞിട്ട് പോയേട്ടാ. എന്റെ ഭാര്യ കേട്ടോ, എവിടെ പോയാലും ആരതി ഒഴുങ്ങി മാത്രമേ എന്നെ പുറത്തോട്ട് വിടത്തുള്ളൂ. എന്റെ ഭാഗ്യം കേട്ടോ. അല്ല മാളും, ആരതി ഒഴിയാൻ കർപ്പൂരം എന്തിയെ? കർപ്പൂരവും ചന്ദനത്തിരിയും തീർന്നു. അപ്പൊ ഇത് കൊതുക് തിരി. ഇപ്പൊ എന്റെ ഏട്ടനെ കണ്ട ടോവിനോയെ പോലെ ഉണ്ടായിരിക്കും. അല്ല, ഉണ്ണി മുകുന്ദൻ അതുമല്ലോ. അപ്പൊ പിന്നെ നിവിൻ പോളി ആയിരിക്കും. അല്ലെന്ന് നല്ല മമ്മൂട്ടി ലുക്ക് പറയും. സത്യം പറഞ്ഞ കൂട്ടുകാർക്കിടയിൽ ഞാനൊരു മമ്മൂട്ടിയാണ്. പിന്നെ മമ്മൂട്ടി അറിയാൻ ഇത് കോപ്പിറൈറ്റ് ചോദിക്കേ, അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മമ്മൂട്ടി അറിഞ്ഞാൽ ചോദിക്കത്തില്ല, ചിലപ്പോ ദുൽഖർ സൽമാൻ അറിഞ്ഞാൽ ഇത് ചോദിച്ചെന്നിരിക്കും. ചോദിക്കും. നഷ്ടപരിഹാരം നിങ്ങളെ മമ്മൂട്ടിന്ന് വിളിച്ചേന്. ഓഹോ, അപ്പൊ നീ എന്നെ കളിയാക്കിയതാ അല്ലേ? കോളയാക്കിയൊന്നും അല്ല ഏട്ടാ. ഇപ്പൊ അല്ലേലും എന്റെ ഏട്ടനെ കണ്ടാൽ നിങ്ങളെ പോലെ തന്നെ ഉണ്ട്. എനിക്കറിയാം എന്നെ കണ്ട മമ്മൂട്ടിയെ പോലൊന്നും ഇല്ലെന്ന്. പക്ഷെങ്കിൽ ഞാൻ ഭാഗ്യവാനാ കേട്ടോ. കാവ്യമാധവനെ പോലെ ഇരിക്കുന്ന ഒരു ഭാര്യ എനിക്കുണ്ട്. സത്യം സത്യം. ഇപ്പൊ രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പുകഴ്ത്തിയില്ലേ? ചെറുതായിട്ട് ഒരു രസമൊക്കെ തോന്നില്ലേ? കുറച്ച്. അന്നെ മമ്മൂട്ടി പോകാൻ നോക്ക്, കാവ്യമാധവൻ ഇവിടെ പറഞ്ഞ ജോലിയുണ്ട്. ഈ ഇന്റർവ്യൂ ഒന്ന് ശരിയായ നമുക്ക് ജോലി കിട്ടും. അപ്പൊ ഈ വീടൊക്കെ ഒന്ന് മാറും. പിന്നെ ഞാനൊരു കാറൊക്കെ എടുത്തിട്ട് ഈ കാവ്യമാധവനെ ഒന്ന് ചുറ്റിക്കുന്നുണ്ട്. ചുറ്റിക്കുന്നതൊക്കെ കൊള്ളാം. എന്താ അങ്ങോട്ട് പോകുന്നേ? അല്ല, ഇന്റർവ്യൂവിന് പോന്നു. അത് ഈ വഴിയല്ല, അടുക്കള വശം വഴി അങ്ങ് പോയാ മതി. ഒരു നല്ലൊരു കാര്യത്തിന് പോകുമ്പോ ആരെങ്കിലും അടുക്കള വശം വഴി പോവോ? അങ്ങനെ പോയില്ലല്ലോ കുഴപ്പം. എന്റെ പൊഞ്ചു മനുഷ്യ, ഫ്രണ്ടിൽ ആരാ താമസിക്കുന്നേ? ഓ, എന്റെ അമ്മാവൻ. പെറുവമ്മാവനല്ല, കടുക്കനമ്മാവൻ. അയാളെ കണ്ടോണ്ടെങ്ങനെ പോയാ അറിയാലോ, ഒരു കാര്യം നടക്കത്തില്ല. എന്റെ മാളു, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനൊക്കെ വിശ്വസിക്കുവോ? ഇന്നത്തെ കാലത്തല്ല, എന്നത്തെ കാലത്തായാലും എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമാണ്. എന്റെ പൊന്ന് ലീലാമണി ചേച്ചി, നമ്മുടെ അപ്പുറത്തെ ശാന്തേച്ചി ഇല്ലേ, തൊഴിലുറപ്പിന് പോയപ്പോഴത്തേന് ഇങ്ങനെയും കണ്ടുകൊണ്ടെന്ന് ഇറങ്ങിയതാ. കയ്യും കുത്തി വീണിട്ട് അന്ന് തന്നെ ആശുപത്രിയിലായി. പിന്നെ അപ്പുറത്തെ പൊന്നപ്പൻ ചേട്ടനില്ലേ, തെങ്ങ് കയറാൻ പോയപ്പോഴത്തേനുവേ നിങ്ങളുടെ അമ്മാവനെ കണി കണ്ടോണ്ട് പോയി. തേങ്ങ വീഴുന്നതിൽ സ്പീഡിലല്ലേ താഴത്തോട്ട് വീണത്. എന്നിട്ട് പുള്ളിയുടെ ഭാര്യയും കൊണ്ട് ആശുപത്രിയിലും പോയി. അല്ല, പൊന്നപ്പൻ ചേട്ടൻ താഴെ വീണ എന്തിനാ ഭാര്യയും കൊണ്ട് ആശുപത്രി പോന്നെ? പിന്നെ പുള്ളി നേരെ വന്ന് വീണത് ഭാര്യയുടെ തലയല്ല, പിന്നെ അങ്ങനെ കൊണ്ടുപോകാതിരിക്കും. എന്റെ മാളു, എന്റെ അമ്മാവൻ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ എന്തോ എടുക്കാനാ? എന്നാലും നിനക്ക് എന്നെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? ഈയടാ പണിത്താവ്, നല്ല പണിത്താവാ. പ്രേമിച്ച് നടന്നിരുന്ന കാലത്ത് എന്നോട് എത്രയോ പേര് പറഞ്ഞു നിങ്ങളെ കെട്ടരുത്, നിങ്ങക്ക് പണിയൊന്നും ഇല്ലെന്ന്. ഞാൻ കേട്ടില്ല. എടി, പ്രേമിച്ച് നടന്ന കാലത്ത് എനിക്ക് പണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉച്ച കഴിക്കല്ലായിരുന്നു ആ പണി. അതുകൊണ്ടാണ് നാട്ടുകാരങ്ങനെ പറയുന്നത്. പണിയോ? എന്ത് പണി? ഒരു പണിയില്ലായിരുന്നു. മണവും ഗുണവും ഇല്ലാത്ത ഒരുത്തനെ കെട്ടുകയും ചെയ്ത്. മണോ നോക്കാം. ഞാൻ എന്താ പെർഫ്യൂം വല്ലോ ആണോ? ആ പെർഫ്യൂം ആയിരുന്നേ തീർന്നു കഴിയുമ്പോൾ മാറ്റിയെങ്കിലും വാങ്ങിക്കാൻ. ഇത് അത് പറ്റുമോ? നീ എന്നെ മാറ്റി വാങ്ങിക്കോ അല്ലേ? അത് ചിലപ്പം ഇത്രയും നേരം ആലോചന ഇല്ലായിരുന്നു, ഇനി ആലോചിക്കാലോ. അയ്യോ, രാഹുകാലം ആകും, ഒന്ന് ഇറങ്ങാൻ നോക്ക്. ഓ ശരിയാ. ഫയൽ എടുത്തായിരുന്നോ? അയ്യോ ഇല്ല, മറന്നുപോയി. ഒരു ഉത്തരവാദിത്വം കാണിക്കരുത്, പോയി ഫയൽ എടുത്തോണ്ട്. പിന്നെ ഞാൻ വിളിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ. ഓക്കേ, ഞാൻ നിറകുടമായിട്ട് നിക്കാം. ഈ ജോലിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു ഭഗവാനെ, എന്റെ ദൈവമേ. മാളേ, ഇതെന്താണ് കൊടോക്കെ? അതിന് വെള്ളം കോരി കോരി അമ്മാവൻ എന്താ ഇവിടെ? വീട്ടിലെ തേങ്ങ ഒതിക്കാൻ പാരയില്ല, പാര ഒന്ന് മേടിക്കാൻ വേണ്ടി വന്നാണ്. ഇത് പിടിച്ച്. ഇതെന്താണ് കുടം? ഈ മനുഷ്യനുള്ളപ്പോ എന്തിനാ ഭഗവാനെ വേറൊരു പാര? അതെ, ഇന്ന പാര. അമ്മാവൻ പോവാൻ നോക്ക്. നിനക്കെന്തൊരു വെപ്രാളം? അത് പിന്നെ കറി വെക്കാനുള്ള മീനെ കുളിപ്പിച്ചിട്ടില്ല. മീനെ കുളിപ്പിച്ചിട്ടില്ല? അല്ല, ഞാൻ മീൻ കറി വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ടില്ല. ഒന്ന് പോ അമ്മാവ. പാര എടുക്കാൻ ഇന്നാ അതിനാ ഇതൊക്കെ കൂടെ ഞാൻ അമ്മ കൊടുത്തോളാൻ പോവാണോ? അയ്യോ, എന്റെ മാവ ഇതും കൊണ്ട് ഞാൻ വല്ല കൂട്ട് കൊത്തി പൊളിക്കാൻ പോവാണോ? ഒന്ന് കൊടുക്കമ്മാവാ. നീ എന്താണ് ഈ അടുക്കള വശത്തൂടി? ആഹാ, എന്റെ വീടിന്റെ അടുക്കള വശത്ത് വന്നിട്ട് ഞാൻ എന്താ ഇവിടെ? നീ എവിടെ പോണ്? കല്യാണത്തിന്. ഹൗസ് വാമിങ്. രണ്ടും ഒരുമിച്ചാ? അത് പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ചേരുന്നാണല്ലോ കല്യാണം, ഹൗസ് വാമിങ്. അപ്പൊ ചേട്ടൻ കല്യാണത്തിന് പോവും, ഞാൻ ഹൗസ് വാമിങ്. അതെ അതെ. ഈ നൈറ്റ് ഇട്ടുണ്ടാണോ നീ കയറി താമസത്തിന് പോണത്? അത് പിന്നെ ഞാൻ കല്യാണത്തിന് വരെ പോയിട്ടുണ്ട്, നൈറ്റ് ഇട്ടുണ്ട്. പിന്നല്ലേ? ഏത് കല്യാണത്തിന്? ഞങ്ങളുടെ കല്യാണത്തിന്. ഇത്ര നൈറ്റ് പൊടിയായിരുന്നല്ലോ വന്നോളിച്ചോടിപ്പോയെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. നീ ഫയലും പിടിച്ചോണ്ടാണോ കല്യാണത്തിന് പോണത്? അതായത് അമ്മാവാ, ഇതൊരു ഫയൽമാന്റെ കല്യാണമാണ്, അതുകൊണ്ടാണ് ഫയലും വിളിച്ചോണ്ട് കല്യാണത്തിന് പോകുന്നത്. എടാ, ഒരു പോസ്റ്റ്മാന്റെ കല്യാണം നീ അപ്പൊ പോസ്റ്റും പിടിച്ചോണ്ട് പോയാനല്ല? പോസ്റ്റ്മാന്റെ കല്യാണത്തിന് പോസ്റ്റും പിടിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല.
അമ്മാവനെ കൊണ്ട് പോയത്. കാരണം ഈ പഞ്ചായത്തിലേക്കും വെച്ച ഏറ്റവും വലിയ പോസ്റ്റ് നിങ്ങളല്ല. എന്റെ അമ്മാവൻ നിങ്ങളൊന്ന് പോയി തരാവോ? നിങ്ങളെ കണി കണ്ടോണ്ട് ഞാൻ ഈ കല്യാണത്തിന് പോയി കഴിക്കാൻ എന്റെ കാര്യം കട്ട പോയാ. എന്റെ കൊച്ചെ, എന്നെ കണ്ട് കണി കണ്ടു പോയി കഴിഞ്ഞ് ഇവനെന്ത് അപകടം പറ്റുമെന്നാ പറയണത്. ഞാൻ എന്ത് ചെയ്യാനാണ്? സത്യമാമാവ കാല് പിടിക്കും, ഒന്ന് പോയിത്താ അത് പ്ലീസ്. സത്യമല്ല. നിങ്ങൾ രണ്ടുപേരും അന്ധവിശ്വാസത്തിന്റെ പുറകെയാണ്. അതെ, നമ്മുടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സുധാകരൻ ഉണ്ടല്ലോ, അവനിന്ന് ജോലിക്ക് പോയപ്പോഴേ എന്നെ കണ്ടിട്ടാ പോയത്. ഒരു കുഴപ്പമില്ല. ഹലോ, ആ കേക്കാം. സൈലന്റിലായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. എപ്പോ? ശരി. എന്താണ് പ്രശ്നം? എന്താ ഇപ്പൊ പറഞ്ഞ സുധാകരനല്ലേ, അയാൾ ബൈക്കിൽ നിന്ന് വീണ ആക്സിഡന്റ് ആയി മെഡിക്കൽ കോളേജിലാണ്. അതെ മാളു, ഞാനോ സുധാകരനെ കണ്ടത്. സുധാകരനെ കണ്ടിട്ടേ ഇല്ല. ഓഹോ, നിങ്ങളെ കാണാണ്ട് പോയിട്ട് ഇങ്ങനെ. അപ്പൊ കണ്ടിട്ട് പോയിരുന്നു ഞാൻ മനുഷ്യൻ ചത്തേനല്ലോ. എന്റെ മാളു, ഇയാൾ എന്റെ അമ്മാവനായതുകൊണ്ട് പറയല്ല. ഇയാളെ കണി കണ്ട് ഒരു കാക്ക പറന്നു പോയാ അത് ഷോക്ക് അടിച്ചാകും. അത്ര കേടാ. ഞാനോട് നിൽക്കണേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനങ്ങോട്ട് പോയേക്കാം. അമ്മാവനൊന്നും നിന്നെ മോനിൽ നിന്നൊരു ജോലിയുടെ കാര്യത്തിന് പോവാ, അതാ അങ്ങനെയൊക്കെ പറഞ്ഞത്. എടാ, നമ്മുടെ തറവാട്ടില് ആരെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? ഇല്ല. എടാ, ഞാൻ ഇത്ര കാലം ജോലി എടുത്തിട്ടാണ് ജീവിച്ചേക്കണത്. എവിടെ? എടാ, എന്റെ അച്ഛൻ എന്നെ വളർത്തിയത് ജോലി എടുത്തിട്ടാണോ? മാറിയില്ല. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മാവന് സ്വന്തമായിട്ടൊരു വീടുണ്ടോ? സ്വന്തമായിട്ടൊരു ഭൂമിയുണ്ടോ? എവിടെ താമസിക്കുന്നേ? പബ്ലിക് ലൈബ്രറിയിൽ. എന്റെ പൊന്നു നാട്ടുകാരെ, നിങ്ങളിത് കേൾക്കണം. ഇങ്ങനെ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് വരെ ബംഗാളില് വെള്ളപ്പൊക്കം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് കണ്ടവന്റെ ഇടയ്ക്ക് നിരന്ന് വാങ്ങിച്ചതാ. ആ മനുഷ്യനാ ഈ പറയുന്നത്. ഒന്ന് പോയിത്താ, നല്ലൊരു കാര്യത്തിന് പോകുമ്പോ നിങ്ങളെ കണ്ടോണ്ട് പോകാൻ ശരിയാകത്തില്ല. മാളു, ആ അമ്മാവന് വിഷമമായെന്നാ തോന്നുന്നു. ആണോ? അകത്തൊരു തൊട്ടിൽ കെട്ടിട്ട് അമ്മാവനെ വിളിച്ചിരുത്തി അങ്ങോട്ട് ആട്ടണോ മാളു? ഹലോ, വേറെന്താന്നോ മാളു? ഇന്റർവ്യൂവിന് ചെല്ലണ്ടെന്ന്. അയാളെ കണ്ടപ്പോഴേ ഞാൻ ഓർത്ത. ഹലോ, ആണോ? ശരിക്കും? ഓക്കെ, താങ്ക് യു സോ മച്ച്. ജോലി പോയതിന് താങ്ക് യു. അങ്ങനെ പ്രാന്ത. ജോലി പോയെന്നല്ല ഞാൻ താങ്ക് യു പറഞ്ഞത്. പിന്നെന്താ? എനിക്ക് ജോലി കിട്ടി. 50,000 രൂപ സ്റ്റാർട്ടിങ് സാലറി ഉണ്ട് കേട്ടോ. ശരിക്കും ഇന്ന് ഡയറക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നാണ്. എന്താ അമ്മാവാ? ഞാൻ നിങ്ങൾക്കൊരു ബാധ്യത ഞങ്ങളില്ല. ഞാനിവിടെ നാട് വിട്ട് പോവുകയാണ്. അമ്മാവൻ എങ്ങും നാട് വിട്ട് പോകണ്ട. അമ്മാവനെ കണി കണ്ടോണ്ടാ എനിക്ക് ഈ ജോലി കിട്ടിയത്. അതുകൊണ്ട് അമ്മാവൻ എന്ന് ഞങ്ങളുടെ കൂടെ വേണം. ഇതിനൊക്കെ കാരണം അമ്മാവനെ കണി കണ്ടോണ്ടാ ഇന്ന്. സത്യം. ഇനി എന്നും ഞങ്ങളുടെ കണി അമ്മാവനാ. അതെ. നാട്ടിലെ കോമഡിക്കാർ, നിങ്ങൾ സൂപ്പറാണ് കേട്ടോ. 3 പേരും സൂപ്പറാണ്. നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളാണ്. തീർച്ചയായിട്ടും സൂപ്പർ ആർട്ടിസ്റ്റുകളാണ്. താങ്ക് യു. നമുക്ക് പരിചയപ്പെടാം. ഇവിടുന്ന് ഇങ്ങോട്ട്. എന്റെ പേര് ജോബി. വീട് ഇടപ്പള്ളിയാണ്. ഞാൻ വർക്ക് ചെയ്യണത് മുത്തൂറ്റ് വെഹിക്കിൾ അസറ്റ് ഫിനാൻസ് ലിമിറ്റഡിലാണ്. അവിടുത്തെ ഞങ്ങൾക്ക് ഇപ്പൊ ലീവ് വന്നത് ഞങ്ങളുടെ CEO ഫിലിപ്പ് സാറാണ്. ഇത്ര ദിവസം ലീവ് വന്ന്. അപ്പൊ പുള്ളിക്ക് പ്രത്യേക ഒരു നന്ദി പറയണേ. അത് മാത്രമല്ല, ഈ വലിയ ഫ്ലോർ കിട്ടിയതിനും ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് ദൈവത്തിനോടും. ജോബി ഇപ്പൊ നേരത്തെ ഓഡീഷൻ വന്നിട്ടുണ്ടോ ഇവിടെ? ഞാൻ ഓഡീഷൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രചോദനത്തിനെ അറിയാം. ഞാൻ പണ്ട് കലാഭവനില് മിമിക്രി പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മധുചേട്ടനും ബെന്നി സാറിനെ പഠിപ്പിച്ച് അന്ന് കലാഭവനിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു ചേട്ടന്റെ അവാസിക്കൊക്കെ. അപ്പൊ ഞാൻ ബസ്സിൽ വെച്ചൊക്കെ എപ്പോഴും കാണാറുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാന്ന് അറിയില്ല. അപ്പൊ അന്നേ തുടങ്ങി നമുക്ക് ആഗ്രഹം ഉണ്ടല്ലേ? മിമിക്രിയൊക്കെ ചെറുതായിട്ട് കാണിക്കുമായിരുന്നു. എന്താണ് ആർട്ടിസ്റ്റുകളെയാണോ ഇമിറ്റേറ്റ് ചെയ്യാറ്, അതോ എന്താണ് ആർട്ടിസ്റ്റിനെ ചെയ്യുമായിരുന്നു. ചെയ്യുമായിരുന്നു? ഇപ്പൊ കല്യാണം കഴിച്ച് വൈഫിന്റെ പേരെന്താണ്? സാലി എന്നാണ്.